ധ്യാനേ Good afternoon. Good afternoon. ക്യാമ്പിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. ക്യാമറ ഓൺ ചെയ്ത് വെച്ച്. കഴിഞ്ഞോ ടെക്സ്റ്റ് ബുക്ക്? കഴിഞ്ഞോടാ ബുക്ക്? ധീരജ് എവിടെ എത്തി? ധീരജ് ധീരജ് കൃഷ്ണ, ടെക്സ്റ്റ് ബുക്ക് ഏത് പേജ് എത്തി? 14. 48. 48 ആണ് ചെയ്യാനുള്ളത്. 48 finish ആയി. 48 ഫിനിഷ് ആയി. എല്ലാരും ഫിനിഷ് ആയോ? പിന്നെ ഞാനൊരു ഫോർമുല എഴുതിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പഠിച്ചോ എല്ലാരും? ആദ്യം എല്ലാരും റഫ് ബുക്ക് എടുക്കുക. പെട്ടെന്ന് വേണം, ഒരുപാട് സമയമില്ല കേട്ടോ. മുന്നിന് റഫ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും അടച്ചു വെക്കുക. ഇനി ആബ്സെന്റ് ആയവരോ കംപ്ലീറ്റ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. 48 പേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാനാണ് ഇന്നത്തേക്ക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ പേജിന്റെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഡിക്റ്റേഷൻ നടത്തിയ ശേഷം ആൻസേഴ്സ് ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് റഫ് ബുക്ക് എടുക്കുക, ക്യാമറ ബുക്ക് കാണുന്ന രീതിയിലോട്ട് വെക്കുക, ക്യാമറ ഓൺ ചെയ്ത് വെക്കണം. എന്നിട്ട് ഫ്രഷ് പേജ് എടുക്കുക. റഫ് ബുക്കിൽ ഓൾറെഡി എഴുതിയ പേജോ ഇങ്ങനെ തപ്പി പിടിച്ച് കളിക്കണ്ട. ഫ്രഷ് ആയിട്ട് ഒരു പുതിയ പേജ് എടുക്കുക. എന്നിട്ട് ഫുൾ ഫോർമുല, ബിഗ് ഫ്രണ്ടിന്റെ പ്ലസ് മൈനസ്, സ്മോൾ ഫ്രണ്ട് പ്ലസ് മൈനസ്, കോമ്പിനേഷൻ പ്ലസ് മൈനസ്, ഇതിന് ഞാൻ നിങ്ങൾക്ക് 15 മിനിറ്റ് ആണ് ടൈം തരിക. സ്റ്റാർട്ട് ചെയ്തോ. പേജ് നമ്പർ
ഞാൻ ഇത്രയും സമയം പറഞ്ഞപ്പോ നീ എവിടെയായിരുന്നു മോനെ? എവിടെയാ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നേ? ഏ മാം എവിടെയാ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നേ? ഞാനിപ്പോ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡ്രസ്സ് മാറ്റി. ഫോർമുല എഴുതാനാണ് പറഞ്ഞത്. 10 തവണ ഞാൻ ഇതേ കാര്യം പറഞ്ഞു, വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട്. നിങ്ങൾ ഇത് എന്താ കളിക്കുന്നേ? ആലിയ, സഹറ, അനു പി നാഥ് ഐഡിയിൽ ജോയിൻ ചെയ്ത ആള്, ഐദിൻ. ഇത്രയും ആളുടെ ക്യാമറ ഓഫാണ്. ക്യാമറ ഓഫ് ചെയ്തിട്ട് ആരും ക്ലാസ്സിൽ ഇരിക്കല്ലേ. ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഫുൾ ഫോർമുല എഴുതുക. പ്ലസ് ഫോർമുല, ബിഗ് ഫ്രണ്ട്, സ്മോൾ ഫ്രണ്ട്, കോമ്പിനേഷൻ ഫോർമുല. തിരിഞ്ഞ് കളിക്കല്ലേ സിനാനെ. വേഗം എഴുത്. 15 മിനിറ്റ് ഞാൻ തരുള്ളൂ. അത് ആ സമയത്ത് നിങ്ങൾ ഫിനിഷ് ആയിട്ടില്ലെങ്കിൽ എത്ര എണ്ണം ബാക്കിയുണ്ടോ അത് ഞാൻ നിങ്ങൾക്ക് എംബോസിഷൻ എഴുതാനായിട്ട് തരും. അതുകൊണ്ട് 15 മിനിറ്റിൽ എല്ലാവരും ഫിനിഷ് ചെയ്യണം കംപ്ലീറ്റ് ഫോർമുല. ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് ഓരോ ഫോർമുലയും 10 തവണ എഴുതേണ്ടി വരെ. തിരിഞ്ഞു കളിക്കുമ്പോ അതുകൂടെ ശ്രദ്ധിച്ചോ. ഐദിൻ സാക്ക് നോക്കി എഴുതാനാണെങ്കിൽ എനിക്ക് എഴുതി തരണ്ട, ബുക്ക് മാറ്റി വെക്ക്. അല്ല നീ ബുക്ക് അതാ ഓക്കെ, അവിടെ എവിടെ നോക്കുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. എഗെയിൻ ഞാൻ പറയാ, 15 മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം. 15 മിനിറ്റ് ഫിനിഷ് ചെയ്യാത്ത ആളുകൾക്ക് ഓരോ ഫോർമുലയും 10 ടൈംസ് എഴുതേണ്ടി വരും. ഹംദാൻ, മുഹമ്മദ് സിനാൻ ഇവരുടെയൊക്കെ ക്യാമറ ഓഫ് ആട്ടോ. എഴുതരുത്. അനു പി നാഥ് എന്നുള്ള ആളാരാ? ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആളല്ലേ. ദിയാൻ എന്തിനാ ക്യാമറ ഓഫ് ചെയ്തേ? ഹംദാൻ, ഇവരുടെയൊക്കെ ക്യാമറ ഓഫ് ആണേ. അനു പി നാഥ് നമ്മുടെ ക്ലാസ്സിലുള്ള ആളല്ലേ. മിസ് അത് തെറ്റിപ്പോയത്, അതെന്റെ അമ്മയുടെ പേരാണ്. ഇത് ആരാ ഇത്? മയൂകയാ. ഇത് വീഡിയോ എവിടെ? വീട് ഇന്നും കിട്ടുന്നില്ല. എക്സാമിൽ കിട്ടിയില്ലെങ്കിൽ എക്സാം എഴുതിക്കൂല കേട്ടോ ഞാൻ. ദിയാനെ പഠിച്ചില്ല അല്ലേ? എഴുതു, 10 പ്രാവശ്യം എഴുതും. എല്ലാരും എഴുതും അങ്ങനെയാണെങ്കിൽ. ഞാൻ എത്രയോ തവണ പറഞ്ഞു, ഓരോ ദിവസം പഠിക്കാൻ പറഞ്ഞു. അത് നിങ്ങൾ പഠിച്ചില്ല. ലാസ്റ്റ് സാറ്റർഡേ, ഫ്രൈഡേ എങ്ങാണ്ട് പറഞ്ഞ ഞാൻ നിങ്ങളടുത്ത്.
ഇത്രയും സമയം കൂടി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എംബസസ് തരും. ഇത് ക്യാമറ ഉണ്ടോ? എടാ, നിന്നെ പഠിപ്പിക്കുന്ന ടീച്ചറാ ഞാൻ ആലോചിക്കണം കേട്ടോ. ഏ നിങ്ങൾ നോക്കുന്നത് കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. വീഡിയോ എടുത്ത് ഞാൻ പാരന്റ്സിനെ അയക്കും. വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് നിങ്ങള്. കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെ പഠിച്ചത് എഴുതുക. അങ്ങോട്ട് നോക്കി വേഗം തിരിഞ്ഞ് എഴുതുക. എന്തൊക്കെ പരിപാടിയാ. ആകെ നമുക്ക് ഇത് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ, ഫോർമുല മാത്രം. സിനാനെ ഒന്നും ഞാൻ കാണുന്നില്ല. സിനാൻ എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ. ഫിനിഷ് മാം. ഓക്കെ, ഫിനിഷ് അവരെനിക്ക് അയച്ചു തന്നെ. മിസ് ഫിനിഷ്. മാം ഫിനിഷ്ഡ്. മിസ് ഫിനിഷ്. ഓക്കെ. മാം ഫിനിഷ്. മാം ഈ പേഴ്സണൽ ആയിട്ടാണ് അയക്കേണ്ടത്, ഗ്രൂപ്പിൽ അയക്കേണ്ടത്? പേഴ്സണൽ അയച്ചാൽ മതി. ഇന്ന് 15 പേര് ക്ലാസ്സിലുണ്ട്. 15 പേരുടെയും കിട്ടണം കേട്ടോ. മിസ്സേ, വേറെ ടീച്ചർ ഞാൻ എന്റെ ഉമ്മ വന്നിട്ട് അയച്ചെന്നാ മതിയോ? കാരണം എന്റെ നമ്പർ ഇല്ല ടീച്ചറുടെ. കിട്ടിയാ മതി. ശരി. മിസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലീവ് ആയതുകൊണ്ട് 47 48 ചെയ്യട്ടെ? വേണ്ട വേണ്ട, അത് ഈ റെക്കോർഡ് ഓൾറെഡി അയച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന്റെ ഫോളോ അപ്പ് എന്തെങ്കിലും ചെയ്യണമായിരുന്നു. ഇന്നിപ്പോ വേറെ വർക്ക് തരാനുണ്ട്. ഞാൻ കണ്ടിക്കണേ. അപ്പൊ എന്തേ ബുക്ക് കംപ്ലീറ്റ് ചെയ്യായിരുന്നേ? ലാസ്റ്റ് ഹോംവർക്ക് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. അത് മുഴുവൻ കേൾക്കാത്തോണ്ടാ. ദിയാനെ, മിസ് ഫിനിഷ്. ഫിനിഷ് അവര് പെട്ടെന്ന് അയച്ചേ. മാം ഫിനിഷ്. മാം ഫിനിഷ്. ദിയ ഫിനിഷ് ആയില്ലേ? ഓക്കെ, ധീരജ വേഗം വേഗം അയക്കൂ.
ഓക്കെ. മാം മാമിന്റെ നമ്പർ എന്റെ കയ്യിലില്ല. ഗ്രൂപ്പിലുണ്ടല്ലോ. 12293 ആണ് ആ, ലാസ്റ്റ്. അതെ 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 അതെ. ഓക്കെ. ഗ്രൂപ്പിൽ അയക്കണ്ടേ? മിസ് ഗ്രൂപ്പിലെല്ലാം പേഴ്സണലായിട്ട് അയക്കാം. ഓക്കെ. 4 മിനിറ്റ് കൂടെ ബാലൻസ് ഉള്ളൂ. ഫിനിഷ് ആവാത്ത ആൾക്കാർ ഫാസ്റ്റ് ആക്കി ചെയ്തു. കുറെ ആൾക്കാരുടെ വീഡിയോ ഓഫ് ആയി അയക്കാൻ വേണ്ടിയിട്ടാണോ? മിസ്സിന്റെ നമ്പർ ഏതാ? ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് ഇപ്പൊ. മാം ഫിനിഷ്. ഓക്കെ. 2 മിനിറ്റ് കൂടെ ഉള്ളേ. ഇനി ഫിനിഷ് ആവാനുള്ളവർ ആരൊക്കെയാടാ? ഹൈദീൻ, പിന്നെ ഹൈദീൻ മാത്രമേ ഉള്ളൂ. മിസ് ഫിനിഷ്. ഓക്കെ. നിങ്ങളൊക്കെ പേര് മെൻഷൻ ചെയ്യണേ. എന്റെ കയ്യിൽ ആരുടെ നമ്പർ സേവ് അല്ല. പേപ്പറിൽ പേര് എഴുതുക, ഇല്ലെങ്കിൽ തൊട്ട് താഴെ പേര് ടൈപ്പ് ചെയ്തു. താഴെ. ഓക്കെ. സ്റ്റോപ്പ് ചെയ്തോ ഇതിനെ.
ഇനി നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നമുക്കൊരു റിവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതേപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ വേഗം ശ്രദ്ധിക്കുക. നമുക്ക് ഫസ്റ്റ് നമ്മൾ റിവിഷൻ ആണ് നടത്തേണ്ടത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ഇതിന്റെ ടൈം കഴിഞ്ഞു. ഇതിനോട് ഞാൻ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. റിവിഷൻ നമുക്ക് ലെവൽ 1 നമ്മളിപ്പോ കംപ്ലീറ്റ് ആയി. ഈ ലെവൽ 1-നകത്ത് നമുക്ക് ആകെ പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. അതായത് ഫോർമുലകൾ മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഏതൊക്കെ ഫോർമുലകളാണ് നമുക്കിവിടെ പഠിക്കാനുണ്ടായിരുന്നേ? ഫസ്റ്റ് നമ്മൾ പഠിച്ചു ബിഗ് ഫ്രണ്ട് ഫോർമുല. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് സ്മോൾ ഫ്രണ്ട് ഫോർമുലയായിരുന്നു. ദെൻ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് കോമ്പിനേഷൻ ഫോർമുല. ഇങ്ങനെ 3 സെറ്റ് ഫോർമുലാസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടായിരുന്നത്. ഈ ഫോർമുല മാത്രമാണ് നമുക്ക് 8 ലെവൽ വരെ പഠിക്കാനുള്ളത്. എല്ലാ ലെവലും നമുക്ക് ഈ ഫോർമുലകൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ഇത്രയും എഴുതിപ്പിക്കുന്നതും പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞതും ഓരോ ദിവസവും ഉള്ളത് അന്നന്ന് തന്നെ പഠിക്കണം എന്നൊക്കെ തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മുടെ ബിഗ് ഫ്രണ്ട് ഫോർമുലയാണ്. ബിഗ് ഫ്രണ്ട് ഫോർമുലയില് നമുക്ക് 10 എന്ന നമ്പർ ആണ് എല്ലാ ക്വസ്റ്റിനകത്തും വരുന്നത്. അതേപോലെ 1 മുതൽ 9 വരെ 1 to 9 വരെയുള്ള നമ്പേഴ്സിനാണ് നമുക്ക് ബിഗ് ഫ്രണ്ട് ഫോർമുലാസ് വരുന്നത്. ഓക്കെ, എഴുതാതെ അവിടെ ശ്രദ്ധിക്കാതിരിക്കുന്ന ആളുകളൊക്കെ ഒന്നിവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ബിഗ് ഫ്രണ്ട് ഫോർമുലയില് 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾക്കാണ് നമുക്ക് ഫോർമുലകൾ വരുന്നത്. അതിന്റെ പ്ലസ് ഫോർമുലാസും വരുന്നുണ്ട്, അതേപോലെ മൈനസ് ഫോർമുലാസും വരുന്നുണ്ട്. അത് രണ്ടും എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് വന്നത് സ്മോൾ ഫ്രണ്ട് ഫോർമുലയാണ്. സ്മോൾ ഫ്രണ്ട് ഫോർമുലയിൽ സ്മോൾ ആണ്. സോ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസും അതായത് ഫോർമുലാസും കുറവാണ്. അവിടെ 4 ഫോർമുല മാത്രമേ വരുന്നുള്ളൂ. 1, 2, 3, 4 ഈ 4 നമ്പേഴ്സിന് മാത്രമാണ് നമുക്ക് ഇവിടെ ഫോർമുലാസ് വരുന്നത് സ്മോൾ ഫ്രണ്ട് ഫോർമുലയിൽ. ഓക്കെ, നെക്സ്റ്റ് വന്ന് കോമ്പിനേഷൻ ഫോർമുല. കോമ്പിനേഷൻ ഫോർമുലയിലും എഗെയിൻ 2 ഫോർമുല, അതായത് സ്മോൾ ഫ്രണ്ടിന്റെയും ബിഗ് ഫ്രണ്ടിന്റെയും കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഫോർമുലയാണ് സ്മോൾ കോമ്പിനേഷൻ ഫോർമുല. സ്മോൾ ഫ്രണ്ടിന്റെയും ബിഗ് ഫ്രണ്ടിന്റെയും കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഫോർമുലയാണ് കോമ്പിനേഷൻ ഫോർമുല. ഈ കോമ്പിനേഷൻ ഫോർമുലയിൽ നമുക്ക് 3 പ്രോഗ്രാംസ് വരുന്നത്. അതായത് ഇപ്പോ 6 മുതൽ 9 വരെ 6, 7, 8, 9 ഈ 4 നമ്പേഴ്സിനാണ് നമുക്ക് കോമ്പിനേഷൻ ഫോർമുല വരുന്നത്. പക്ഷെ ഈ 4 നമ്പേഴ്സിന്റെ കോമ്പിനേഷനകത്ത് തന്നെ നമുക്ക് ഒരു പ്രത്യേകത എന്താ? 3 കാര്യങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ 9ന്റെ ഫോർമുലയാണ് +9 = +10 -5 +4. ഇങ്ങനെ 3 ആക്ടിവിറ്റീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ കംപ്ലീറ്റ് ഫോർമുല അവിടെ ഫിൽ ആവുള്ളൂ. നേരത്തെ രണ്ടെണ്ണത്തിൽ എന്താ 2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ +10 -1 അല്ലെ +10 -2 ഇങ്ങനെ മാത്രമേ ചെയ്യാനുണ്ടായിരുന്നു. കോമ്പിനേഷൻ വരുമ്പോഴാണ് എക്സ്ട്രാ നമുക്ക് ഒരു നമ്പറിന്റെ വർക്ക് കൂടെ അവിടെ വരുന്നത്. സോ ഈ 3 ഫോർമുലാസ് മാത്രമാണ് നമുക്ക് ലെവൽ 1 പഠിക്കാനുണ്ടായിരുന്നത്. ഇനി മുതൽ നമുക്ക് അങ്ങോട്ട് പഠിക്കാനുള്ളത് ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ഫോർമുലകൾ യൂസ് ചെയ്തിട്ട് 2 ഡിജിറ്റ് നമ്പേഴ്സ്, 3 ഡിജിറ്റ് നമ്പേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനാണ് അബാക്കസിൽ നമുക്ക് നെക്സ്റ്റ് ലെവലുകൾ വരുന്നത്. ഇപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. ഇനിയാണ് ലെവൽ 2 മുതലാണ് നമുക്ക് കാര്യമായിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ട്, അതായത് നമ്മളിപ്പോ പഠിച്ചു എന്ന് പറയുന്നതിൽ നിന്നും എന്ത് ചെയ്യാൻ വേണമായിരുന്നു? വിത്തൗട്ട് അബാക്കസിന്റെ ഒക്കെ ആക്ടിവിറ്റീസ് തരേണ്ടത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിത്തൗട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങളെ ബാച്ച് തുടങ്ങിയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതൊന്നും പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ കുറെ റീസൺസ് എന്താണ് നമ്മൾ ഇപ്പൊ പോലും ഒരു ഫോർമുല പഠിച്ചു വരാൻ പറഞ്ഞിട്ട് പോലും അവിടെ നോക്കിയിരുന്ന് എഴുതുന്ന എത്രയോ ആൾക്കാരുണ്ട്, ഞാൻ കണ്ടോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോ എന്താ പറയണ കാര്യങ്ങൾ കറക്റ്റ് ഞാൻ അന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞായിരുന്നു. കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. ഡെയിലി കൃത്യമായ വർക്ക് ഫോളോ ചെയ്ത ആളുകൾക്ക് നമുക്ക് എക്സാം ഒക്കെ ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇന്ന് ഒരു മോഡൽ എക്സാം തരുന്നുണ്ട്. ആ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യണം. എങ്ങനെയാണ് എക്സാം ഉള്ളത് നമുക്കൊരു ഐഡിയ വേണം. സോ അതിന് വേണ്ടി ഒരു മോഡൽ എക്സാം തരുന്നുണ്ട്. ആ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക. സോ ഈ ഫോർമുലകൾ വീണ്ടും വീണ്ടും പറയാം, ഫോർമുലകൾ എല്ലാ ദിവസവും എഴുതണം. നാളെയല്ല, ഇനിയിപ്പോ വെനസ്ഡേ നമുക്ക് ക്ലാസ്സിൽ വെനസ്ഡേ എക്സാം ആണ്. സോ വെനസ്ഡേ ഒക്കെ നാളെയും വെനസ്ഡേ ഡേ ടൈമിലും ഒക്കെ എന്ത് ചെയ്യണം? ഫോർമുല കറക്റ്റ് ആയിട്ട് എഴുതി നോക്കണം. എല്ലാ ദിവസവും എഴുതണം ഫുൾ ഫോർമുല. അതിപ്പോ എന്നെ പറ്റിക്കാൻ ചെയ്യുന്ന പോലെ അപ്പുറത്തുള്ള പേജിൽ നോക്കി ഇപ്പുറത്തേക്ക് എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ കാണാതെ നമുക്ക് പഠിക്കണം. ഈ ഫോർമുല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം കേട്ടോ. ഇപ്പൊ ദിയാൻ പറഞ്ഞുതരും +7ന്റെ ഫോർമുല എന്താണ്. പകുതി ഉറങ്ങും ഞാനവിടെ ഇരുന്നിട്ട്. ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് ഒക്കെ അടച്ചു വെക്കേ. +7ന്റെ കോമ്പിനേഷൻ ഫോർമുല എന്താ? +7
equal plus 10 minus 5 plus 10 minus 5 plus 3 plus അല്ല 3. അല്ല ചെറുതായിട്ട് തെറ്റി അല്ലേ? ഷെസ ഒന്ന് പറഞ്ഞു കൊടുത്തേ. plus 7 equal plus 10 minus 5 plus 2. ഓക്കെ, കറക്റ്റ് ആണ്. പ്ലസ് 7 ഈക്വൽ പ്ലസ് 2 മൈനസ് 5 പ്ലസ് പ്ലസ് 10 മൈനസ് 5 പ്ലസ് 2 ആണ് വരുന്നത്. പ്ലസ് 3 അല്ല. 3 വരുന്നത് എവിടെയാ? ബിഗ് ഫ്രണ്ടിന്റെ അകത്താണ് 7ന്റെ ഫോർമുലയിൽ 3 വരിക. പ്ലസ് 10 മൈനസ് 3 അല്ലെങ്കിൽ മൈനസ് 10 പ്ലസ് 3. കേട്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ ഫോർമുലകൾ കറക്റ്റ് പഠിക്കുക. നിങ്ങൾ ഓർത്ത് നോക്കിയോ, ഓരോ ദിവസം 2 ഫോർമുല ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നന്ന് ആ ഫോർമുല കറക്റ്റ് പഠിച്ച് എത്ര സിമ്പിൾ ആയാണ്. ആ ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ പാട്ട് പാടും പോലെ പറഞ്ഞു തന്നിട്ടില്ലേ, ഇന്നത് പഠിക്കണം, നാളത്തേക്ക് ഇത് എഴുതി പഠിക്കണം എന്നൊക്കെ. പഠിച്ച ആളുകൾക്ക് ഓക്കെ ആയിരിക്കും. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇത്രയും ഫോർമുലാസ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ കുറച്ച് കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ ശരിക്കും കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. കാരണം അതിൽ 3 ആക്ടിവിറ്റി വരുന്നത് കൊണ്ട് ബാക്കിയെല്ലാം കുറച്ചുകൂടെ സിമ്പിൾ ആണ് നമുക്ക് പഠിക്കാനായിട്ട്. പിന്നെ ഇപ്പൊ ഒരു നമ്പർ ആഡ് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഫോർമുല എവിടെയാ യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു നമ്പർ ആഡ് ചെയ്യണം. ആ നമ്പർ ആഡ് ചെയ്യാൻ ഡയറക്ട്ലി ആഡ് ചെയ്യാൻ നമുക്ക് ബീഡില്ല എങ്കിൽ അവിടെയാണ് നമ്മൾ ഫോർമുല യൂസ് ചെയ്യുക. ആഡ് ചെയ്യാനും അതേപോലെ മൈനസ് ചെയ്യാനും. അപ്പൊ അങ്ങനെ ഒരു നമ്പർ നമ്മൾ അബാക്കസിൽ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനില്ല എങ്കിൽ അവിടെയാണ് നമ്മൾ ഫോർമുലകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ പഠിച്ചതിൽ 1ന് 2 ഫോർമുലയുണ്ട്, 2ന് 2 ഫോർമുലയുണ്ട്, 3ക്ക് ഉണ്ട്, 4നുണ്ട്. അതേപോലെ 6, 7, 8, 9 ഇതിനെല്ലാം 2 ഫോർമുലാസ് ഉണ്ട്. ഒരേ ഒരു ഫോർമുല വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5 എന്ന നമ്പർ മാത്രം. 5ന് ആകെപ്പാടെ ബിഗ് ഫ്രണ്ടിൽ മാത്രമേ ഫോർമുല ഉള്ളൂ. ബിഗ് ഫ്രണ്ടിന് പ്ലസ് ഫോർമുല ഒരെണ്ണം, മൈനസ് ഫോർമുല. ബാക്കി എല്ലാത്തിനും 4, 2 ഇതിനൊക്കെ എന്താ 1, 2, 3, 4 ഫസ്റ്റത്തെ നമ്പേഴ്സ് ആണ്. 1, 2, 3, 4 ഈ 4 നമ്പേഴ്സിനും നമുക്ക് സ്മോൾ ഫ്രണ്ടിലും ഫോർമുലയുണ്ട്, ബിഗ് ഫ്രണ്ടിലും ഫോർമുലയുണ്ട്. ഇല്ലേ? സ്മോൾ ഫ്രണ്ടിലും ഉണ്ട്, ബിഗ് ഫ്രണ്ടിലും ഉണ്ട്. സോ നമുക്ക് 1 ആഡ് ചെയ്യണം. 1 ആഡ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് 1 ആഡ് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കണം. ഫസ്റ്റ് സ്മോൾ ഫ്രണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അവിടെ സ്മോൾ ഫ്രണ്ട് ചെയ്യാം. ഇൻ കേസ് നമുക്ക് 1 ചെയ്യാൻ സ്മോൾ ഫ്രണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ബിഗ് ഫ്രണ്ട് ആയിരിക്കും ചെയ്യേണ്ടി വരുന്നത്. ഒരിക്കലും അവിടെ മറ്റേത് അയ്യോ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കൺഫ്യൂഷനേ വേണ്ട. ഏതെങ്കിലും ഒരു ഫോർമുല മാത്രമേ പറ്റത്തുള്ളൂ. ഇനി 2 ഫോർമുലയും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ, അവിടെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ ബീഡ് ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ ഏത് നമ്പർ ആണെങ്കിലും ആ നമ്പറിന്റെ ഒരു ഫോർമുല ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പൊ ടെൻഷൻ ആവാതെ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ട്രൈ ചെയ്യുക. നെക്സ്റ്റില് അടുത്ത ഫോർമുല ഉണ്ട്. ഓരോ നമ്പറിന് 2 ഫോർമുലകൾ ഉണ്ട്. സോ നെക്സ്റ്റ് ഫോർമുല ഏതാന്ന് വെക്കുക. അത് 2 ഫോർമുല ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്ലസ് 7 ചെയ്യേണ്ടടുത്ത് മൈനസ് 7 ചെയ്ത് വെക്കരുത്. അതല്ല ഞാൻ പറഞ്ഞത്. പ്ലസ് 7ന് തന്നെ 2 ഫോർമുലകളുണ്ട്. ഒന്ന് ബിഗ് ഫ്രണ്ട്, സെക്കൻഡ് 1 കോമ്പിനേഷൻ. അപ്പൊ 7 എന്ന നമ്പർ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യാനില്ലെങ്കിൽ ആദ്യം 7ന്റെ ബിഗ് ഫ്രണ്ട് ഫോർമുല ചെക്ക് ചെയ്യുക. അത് ഓക്കെ ആണെങ്കിൽ അത് അവിടെ അപ്ലൈ ചെയ്യുക. ഇൻ കേസ് അത് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ പ്ലസ് 7ന്റെ കോമ്പിനേഷൻ ഫോർമുല നമ്മൾ അവിടെ ചെയ്യാം. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഇവിടെ കുറെ ആൾക്കാർ കളിക്കാനായിട്ട് വന്നിരിക്കുക 1 മണിക്കൂർ. എന്താ ഞാൻ പറയണ്ടേ? യെസ്, എല്ലാവർക്കും ക്ലിയർ ആണ്. ഇനി ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ, സോറി റഫ് ബുക്ക് എടുത്തു. എല്ലാരും റഫ് ബുക്ക് എടുക്കൂ. എല്ലാരും റഫ് ബുക്ക് എടുക്കുക. സ്വന്തം പേരെഴുതുക, ഏറ്റവും മേലെ പേരെഴുതുക.
പേരെഴുതി താഴെ 30 വരെ നമ്പർ ഇട്ടേ 30. മാം എന്താ പറഞ്ഞു 30 വരെ? 30 വരെ നമ്പർ ഇടാൻ. ഒരു നമ്പറോ? 30 വരെ നമ്പർ ഇടാൻ പറഞ്ഞ? എടാ 1 to 30 വരെ നമ്പർ ഇട്ട് വെച്ച എല്ലാരും. പേപ്പർ എടുക്കുക, പേപ്പറിന്റെ മേലെ പേരെഴുതുക, 1 to 30 വരെ നമ്പർ ഇട്ട് വെക്കുക. 30 30. മിസ് പിന്നെ ഓക്കെ, എല്ലാവരും ഫിനിഷ് ആയി കേൾക്കുന്നു. ഇനി ഞാനിവിടെ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാൻ പോവാ. ഓക്കെ, ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടുണ്ട്. 30 ക്വസ്റ്റ്യൻ കാണാം. ഞാൻ ടൈമർ വെച്ചിട്ട് അതിനുശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. ആദ്യം പറയണ കാര്യങ്ങൾ കേൾക്കുക, അതിന്റെ ഇടയ്ക്ക് പിന്നെ ഡൗട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരില്ല. സോ അതുകൊണ്ട് ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കേൾക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ കാണാം. ക്വസ്റ്റ്യന്റെ മുകളിൽ കിടന്ന് കുത്തി വരയ്ക്കല്ലേ സഹറ? ക്വസ്റ്റ്യൻ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും സ്ക്രീനിൽ അവിടെ ക്വസ്റ്റ്യൻ കാണാം. ഓക്കെ, എല്ലാവർക്കും ക്വസ്റ്റ്യൻ കാണാലോ? ഓരോ 1 to 30 വരെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും 10 വരെയാ കാണുന്നത്. നമ്പർ ഉണ്ടാവുക 10 മാത്രം. അത് നോക്കണ്ട. ആദ്യത്തെ 10 കഴിഞ്ഞാൽ താഴത്തെ റോ 11 മുതലുള്ള ആൻസറിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. താഴെ ആൻസർ എഴുതി പോവുക കേട്ടോ. അതിനാണ് താഴെ 1 to 30 വരെ നമ്പർ ഇട്ട് വെക്കാൻ പറഞ്ഞത്. അടുത്തത് എഴുതുക. ഏറ്റവും താഴെ മൂന്നാമത്തെ റോ 21 മുതലുള്ള നമ്പറിൽ ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോവുക. ഓക്കെ, ആൻസേഴ്സ് 1 by 1 ആയിട്ട് താഴെ എഴുതുക. ഓക്കെ, 15 മിനിറ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈം. ക്വസ്റ്റ്യൻ ആരും എവിടെ എഴുതാൻ പാടില്ല. ക്വസ്റ്റ്യൻ നോക്കുക, നമ്മുടെ ടൂള് ചെയ്യുക, എന്നിട്ട് ആൻസർ മാത്രമാണ് നമ്മുടെ ബുക്കിലേക്ക് എഴുതേണ്ടത്. ക്യാമറ ഓഫ് ചെയ്ത് വെക്കരുത്. ഓഫ് ചെയ്ത് വെച്ചാൽ ഞാൻ നോക്കൂല പേപ്പർ. പിന്നെ എന്നോട് മാർക്ക് എത്ര നേരം ചോദിക്കരുത്. ഓക്കെ, അപ്പോ ക്യാമറ ഓൺ ചെയ്ത് വെക്കണം. താഴെ 30 വരെ നമ്പർ ഇട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓരോ ക്വസ്റ്റ്യനും നമ്മളെ ടൂള് ചെയ്യുന്നു. ടൂള് ചെയ്തിട്ട് ആൻസർ മാത്രം എടുത്ത് എഴുതുക. ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഹാൻഡ് റൈസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ആണ്, നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അല്ലാതെ അവിടെ ഡൗട്ട് ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കരുത്. കാരണം ഇത് എക്സാം ആണ്, റിപ്ലൈ ഇല്ല. എന്താ ചെയ്യേണ്ടത്? 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ആൻസേഴ്സ് മാത്രം എഴുതി പോവുക. ആ, സ്ക്രീനിലത്തെ നമ്പേഴ്സ് ഒന്നും കാണാൻ പറ്റണില്ല. ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്തുതരാം. വീണ്ടും ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. യെസ്, ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൂം ചെയ്യണേ. നിങ്ങളുടെ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ നമുക്കത് സൂം ചെയ്യാൻ പറ്റും. അതിന്റെ മുകളിൽ ഒരുപാട് കളിക്കരുത്. സൂം ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സൈസിൽ ചെക്ക് ചെയ്തിട്ട് ആൻസേഴ്സ് ചെയ്തു പോവാ. ക്വസ്റ്റ്യൻ ആരും നോട്ടിലേക്ക് എഴുതി വെക്കരുത്. ടൂള് ചെയ്ത് ആൻസർ മാത്രം എഴുതുക. ഓക്കെ, ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും കാണാത്തതുണ്ടോ? ടൂള് കാണണം. എനിക്ക് സഹറയുടെ ടൂള് ഞാൻ കാണുന്നില്ല. ടൂള് കാണുന്ന രീതിയിൽ ഇരുന്നാൽ മാത്രമേ ഞാൻ പേപ്പർ നോക്കുള്ളേ. ഐദിന്റെ ടൂള് ഞാൻ കാണുന്നില്ല. സ്റ്റാർട്ട് ചെയ്തോ.
ഫിനിഷ് ആകുമ്പോൾ ഹാൻഡ് റൈസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ടൈമർ പറഞ്ഞിട്ട് അവിടെ ടൈം നോട്ട് ചെയ്ത് വെക്കണം. ഓരോ ആളുകൾക്കും എത്രയാണ് ടൈം എന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ആലിയ അവിടെ എക്സാം ആണ് കേട്ടോ. ടൈം ഒന്നും എക്സ്ട്രാ കിട്ടില്ലേ. ആലിയ ടൂള് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞതാണേ, ഒരുപാട് തവണ പറഞ്ഞു തന്നത്. ഇനി ഞാൻ നോക്കില്ല കേട്ടോ. ചെയ്യാൻ വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സമയം പോകും കേട്ടോ. സിനാന്റെ വീഡിയോ ഓഫ് ആണ്. സിനാന്റെ പാരന്റ് കേൾക്കുന്നുണ്ടെങ്കിൽ ആലിയയുടെ വീഡിയോ ടൂള് കാണുന്നില്ല. ഞാൻ മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കില്ല കേട്ടോ. ആൻസർ ഷീറ്റ് നോക്കൂല. ആരാ അവിടെ ചിത്രപ്പണിയൊക്കെ എടുക്കുന്നേ?
ദിയാൻ വേമേ ചെയ്യേ. ടൂൾ എവിടെ ദിയാന്റെ? സെവൻ മിനിറ്റ് ആയിട്ടുണ്ട്. ദിയാനെ ചെയ്യുന്ന കറക്റ്റ് ടൂള് ചെയ്തേ. ഫിനിഷ് ആയോ അസ്മിൽ? യെസ്. 10 മിനിറ്റ് 41 സെക്കൻഡ്. 10 മിനിറ്റ് 51 സെക്കൻഡ്. അസ്മിലെ ഹാൻഡ് റൈസ് റിമൂവ് ചെയ്യണേ മോനെ. ലെവൻ മിനിറ്റ് കഴിഞ്ഞു.
12 minutes 10 seconds. ഫിനിഷ് ആയ ആളുകൾ ഫോട്ടോ എടുത്ത് അയക്കൂ. ട്വൽവ് മിനിറ്റ് 58 seconds. Ma'am, finish. 13 minutes 59 seconds. Fourteen minutes 37 seconds. Ma'am, finish. Okay. Question കാണുന്നില്ലല്ലോ. 15 minutes കഴിഞ്ഞു. 15 minutes ആണ് നമുക്ക് എക്സാമിന്റെ ടൈം കഴിഞ്ഞു. അപ്പൊ ക്വസ്റ്റ്യൻ കട്ടാവും. ഇനി എല്ലാവരും ഇപ്പൊ തന്നെ ഒരു വിത്തിൻ 5 minutes എനിക്ക് ആ ആൻസർ ഷീറ്റ് എല്ലാവരുടെയും കിട്ടണം. എല്ലാവരുടെയും വേഗം അയച്ചോ. അയച്ചു മിസ്. ആ, അയക്കാത്ത ആളുകളൊക്കെ ഒന്ന് അയച്ചേ. എല്ലാരും പേര് എഴുതിയിട്ടുണ്ടല്ലോ. അയച്ചോ, എല്ലാരും അയച്ചോ. എല്ലാവരുടെയും എത്തിയിട്ടൊന്നുമില്ലല്ലോ. കുറെ ആളുകൾ ലെഫ്റ്റ് ആയി പോകുന്നുണ്ട് അല്ലേ.
പെട്ടെന്ന് വായിക്കൂ ബാക്കിയുള്ളവര്. അയച്ചോ എല്ലാരും? സെഹ്റയുടെ ടൂളിൽ ആരൊക്കെ ചെയ്യുന്നത്? സെഹ്റ അല്ലേ? ആൻസർ അയച്ചോ സെഹ്റ? അയച്ചു. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഫിനിഷ് ആവാത്ത ആൾക്കാരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. കംപ്ലീറ്റ് ആയിട്ടില്ലാത്തവർ. ഇനിയുണ്ടല്ലോ. റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ആൾക്കാർ ഫിനിഷ് ചെയ്തു. ഓക്കെ. ബാക്കി ഇത്രയും ആളുകൾക്ക് എന്താ ഫിനിഷ് ചെയ്യാൻ പറ്റായിരുന്നേ? കറണ്ട് പോയിരുന്നു മിസ്സേ. ഉം. മിസ്സേ ആ എന്റെ ഹാൻഡ് ഇതിൽ ഇല്ല. ഞാൻ ഒന്നും കേട്ടില്ല മോള് പറഞ്ഞേ. ഹാൻഡ് റൈസ് ഇതിൽ ഇല്ലല്ലോ. ഹാൻഡ് റൈസ് ഇല്ലാന്നോ? ആ, ഹാൻഡ് റൈസ് ബട്ടൺ ഒക്കെ ഇതിലുണ്ട്. ഇത്രയും ദിവസം വർക്ക് ചെയ്തല്ലോ. എക്സാം എന്താ കംപ്ലീറ്റ് ആകാതിരുന്ന ഏതാണ് ചോദിക്കാനല്ലേ? വേഗം പറ. എന്താ ധീരജെ? എനിക്ക് സ്പീഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ സ്പീഡ് ചെയ്യാൻ പറ്റാത്തെ? സ്പീഡില്ലായിരുന്നു. ആ ഫോർമുല ഫാസ്റ്റ് ആയിട്ട് കിട്ടണം. ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തൊരു ഗ്രൂപ്പില്. ആ ക്വസ്റ്റ്യൻസ് മുഴുവനും എല്ലാ ആളുകളും ചെയ്യണം. എന്നാൽ വെനസ്ഡേയിലെ എക്സാമിന് നിങ്ങൾക്ക് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. അന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉറപ്പിച്ചോ, നിങ്ങൾ ആരും പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം അത്രയും പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഞാനിപ്പോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അത് കംപ്ലീറ്റ് നിങ്ങൾ ടൈമർ വെച്ചിട്ട് ചെയ്യണം. ഇപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ ആദ്യം 30 ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് 15 മിനിറ്റ് ടൈമർ വെക്കുക. ആ 30 ക്വസ്റ്റ്യൻ 15 മിനിറ്റിൽ ഫിനിഷ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. 2-3 തവണ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം. ഇന്നും നാളെയും മറ്റന്നാളും. വെനസ്ഡേ മോർണിംഗിൽ വരെ ചെയ്യാം. വെനസ്ഡേ 2 o'clock നമുക്ക് എക്സാം ആയിരിക്കും കേട്ടോ. ഓക്കെ. അതിന്റെ കൂടെ ഫോർമുലയും കറക്റ്റ് ആയിട്ട് എഴുതിക്കോ. എഴുതിയിട്ടില്ലെങ്കിൽ കിട്ടൂലേ. ഫോർമുല എഴുതണം. ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്യണം. സോറി, പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇതേപോലെ ഫോർമുലകളുള്ള റിപ്പീറ്റഡ് ആയിട്ട് ഫോർമുലകൾ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആണോ. അതിനു വേണ്ടിയിട്ടാണ് വർക്ക് തരുന്നത്. അതെല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ എല്ലാവർക്കും നെക്സ്റ്റ് ഡേ നമുക്ക് ഫിനിഷ് ചെയ്യാം. ആ ടൈമിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രാക്ടീസ് ചെയ്തേക്കണേ. ചുമ്മാ ആന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവച്ച് പിന്നെ ഭാഗം നോക്കാതിരിക്കരുത്. ഓക്കെ.